ഹലോ, കോഴിക്കോട് കളക്ടറാണ്. CM-നെ ഒന്ന് കണക്ട് ചെയ്യൂ. എവിടെയാണ് ക്യാമ്പ്? ഓഹോ, ബേപ്പൂര് വീണ്ടും. ഹലോ ഹലോ, എന്താ തിരിച്ചു വന്നത്? നാട്ടുകാർ പരിഭ്രാന്തരാണ്. പള്ളി സംരക്ഷിക്കാൻ ആളുകൾ സംഘടിക്കുന്നുണ്ട്. ഫോഴ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ 154 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്പ്യാരെ ഇൻഫോം ചെയ്തോ? ഞാൻ അയാളെ നേരിട്ട് കണ്ടു. അയാളെ കിടന്ന് ഉഴപ്പാണ്. ആകെ 18 പോലീസുകാരുണ്ട്. ASP ജെയിംസ് എത്തിയിട്ടുണ്ട്. MSP കമാൻഡന്റിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 200 മിനിറ്റ് ഉടനെ എത്തും. സാർ, സുധാകരൻ ഈ പ്രശ്നത്തിന്റെ പിന്നിൽ. അറിയാം, ആരും ആയിക്കൊള്ളട്ടെ. തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഹലോ, കളക്ടർ ഹിയർ. ഓ, സാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? സാർ, ഞാൻ അത്യാവശ്യമായിട്ട് അവരടുത്ത്. ശരി സാർ, റവന്യൂ മിനിസ്റ്ററാണ്. അയാൾക്ക് എന്നെ അടിയന്തരമായി കണ്ടേ പറ്റുമെന്ന്. സോറി സാർ. ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ ഇത്തിരി മര്യാദ ഒക്കെ കാണിക്കണം. IAS പരീക്ഷ ജയിച്ചതുകൊണ്ട് അതൊന്നും വേണ്ടതാണോ? അതോ ഞാൻ മന്ത്രിയായി പോയണ്ടോ? ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പെട്ടെന്ന് ഓർത്തില്ല സാർ. ഇരിക്കുന്നില്ല സാർ, എനിക്ക് ഉടനെ പോകണം. ഏടോ, എനിക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരുമോ? സാർ പറയൂ. സിവിൽ സപ്ലൈസിന്റെ ഓണക്കാല വിൽപ്പനശാലകളിലൂടെ റെഡിമെയ്ഡ് ഓണവിഭവങ്ങൾ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി. സോറി സാർ, എന്നെ പോകാൻ അനുവദിക്കണം. ബേപ്പൂർ വീണ്ടും ബഹളം നടന്നേക്കും. അതൊരു മഹാദുരന്തത്തിന്റെ തുടക്കമായേക്കും. ആര് പറഞ്ഞു? അവിടെ സ്ഥിതി ശാന്തമാണെന്നാണല്ലോ റിപ്പോർട്ട്. ആയിരുന്നു. പക്ഷേ ഇപ്പൊ മതവികാരങ്ങളെ ഉണർത്തിവിട്ട് വീണ്ടും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. സാറിന് അറിയാവുന്നത് തന്നെയാണ്. എനിക്കറിയാവുന്നവരോ? വെറുതെ അനാവശ്യം പറയരുത്. കുറെയൊക്കെ എനിക്കും അറിയാം സാർ. നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ വേറെ ആരാളായിട്ട് കാണണം? അയാൾ നിങ്ങളുടെ അനുജനല്ലേ? എടോ, താൻ വല്ലയിടത്തും അടങ്ങിയിരിക്കെ. ക്രമസമാധാനം നോക്കാൻ പോലീസുണ്ട്. ഈ പള്ളി സംരക്ഷിക്കാൻ തനിക്കെന്താ താല്പര്യം? താൻ ഹിന്ദു അല്ലേ? ഒരു മതേതര ജനകീയ സർക്കാരിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ. സാമാന്യ വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം. നീ എന്നെ വിവേകം പഠിപ്പിക്കാണോ? വേണ്ടടുത്ത് ചെറ്റത്തരം കാണിക്കാനും എനിക്കറിയാം. മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന ധൈര്യത്തിൽ നീ അത്രയ്ക്കങ്ങ് വിലസണ്ട. ദയവായി നിങ്ങൾ മര്യാദ വിടാതെ സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യടാവേ? സുധി, വലിയവനാകാൻ ഈ നാട് നീ ചോരക്കളമാക്കും അല്ലേ? മനസ്സിലായില്ല. ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. ഒരേ ചോരയാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത്. അരിയേട്ടൻ ഒരിക്കലും നിന്നെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും ഓമനയായിരുന്നു നീ. നിന്റെ എല്ലാ വാശിയും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഇപ്പോ നിനക്ക് എന്നേക്കാൾ വലിയവനായ പോലെ എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ഉദ്യോഗം, IAS എല്ലാം. പക്ഷേ എനിക്ക് നിന്നെ എന്റെ പഴയ സുധിയായിട്ട് തിരിച്ചു കിട്ടണം. പോയോ പട്ടിയുടെ മോൻ? ഈ കല്യാണം ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം ഒരു കാര്യം ചെയ്തു തരാമോ? എനിക്ക് ഒന്ന് തരാമോ? തെണ്ടിയെ ചങ്കുറ്റം വേണം. നിനക്കൊന്നും അതില്ല. ഞാൻ നോക്കിക്കൊള്ളാം. നമ്മുടെ ആളുകളൊക്കെ ബേപ്പൂരേക്ക് പോയിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് വേണ്ടതുപോലെ ചെയ്. ഇനി എത്ര പേര് മരിച്ചൊന്ന് കണക്കെടുക്കാൻ പോയാൽ മതിയല്ലോ. ഏട്ടൻ വന്നിരുന്നു. ജാരനായിട്ടല്ല. എവിടെ കൊണ്ടുപോയി ഈ പാപമൊക്കെ കഴുകിക്കളയാ? രാധികേ, ഞാനാകെ ചുട്ട നീരാണ്. എല്ലാം ഉപേക്ഷിക്കാമത്രേ. നിഴലിനോടായിരുന്നു യുദ്ധം. വാശി തീർത്തത് എന്നോട് തന്നെയാ. എന്തായി ജെയിംസ്? പള്ളിക്ക് 2 വഴികളുണ്ട്. പ്രധാന വഴിയിൽ 5ഉം മറ്റേ വഴിയിൽ 4 പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. വിത്ത് ആംസ്. അങ്ങാടിയിൽ 3 പേരുണ്ട്. ഒരു SIയും ഒരു HCയും നിരീക്ഷണങ്ങൾക്കായി ജീപ്പിൽ കറങ്ങുന്നുണ്ട്. അക്രമികളെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. വ്യക്തമായ രൂപമില്ല സർ. 8 കാറുകളിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെ പലയിടങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഫോഴ്സ് എത്താതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മലപ്പുറത്ത് ബന്ധപ്പെട്ട് MSP പുറപ്പെട്ടിട്ടുണ്ട്. അവരെത്തുന്നതിന് മുമ്പ് ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം സാർ? പറയണം സാർ. മനസ്സിലായില്ലേ? തോക്ക് തന്നിരിക്കുന്നത് കാണാനല്ല, ഇതുപോലെയുള്ള അവസരങ്ങൾ എടുത്ത് ഉപയോഗിക്കാനാണ്. മതപരമായ ഇഷ്യൂസിൽ പോലീസ് ഇടപെടരുതെന്ന് മിനിസ്റ്ററുടെ ഓറൽ സജഷൻ ഉണ്ടെന്ന് SP പറഞ്ഞു. ഇത് മതപരമായ പ്രശ്നമല്ല. അങ്ങനെ ആക്കി തീർക്കാൻ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്ന ശ്രമമാണ്. റിസ്ക് ഒഴിവാക്കിക്കൂടെ സാർ? ഇന്നിവിടെ ഒരു പള്ളിയിൽ ഒരു കല്ല് വീണാൽ നാളെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളും അമ്പലങ്ങളും തകരും. ജനങ്ങൾ മത്സരിച്ച് കൊല്ലും. അത് തടയണം. ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. അതിനെന്ത് വിലയും കൊടുക്കാം. മിനിസ്റ്ററുടെ താല്പര്യത്തിനെതിരെ ജെയിംസ്, മന്ത്രിയുടെ അല്ല, മന്ത്രിയിലെ രാഷ്ട്രീയക്കാരന്റെ താല്പര്യമാണ്. രാഷ്ട്രീയക്കാരനടുത്ത് തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. നമുക്ക് ജനങ്ങളും.
ലാത്തി ചാർജും ടിയർ ഗ്യാസും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ലെങ്കിലല്ലേ ഫയർ ചെയ്യാം. അതെ, പക്ഷെ 10-15 പോലീസുകാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഫോഴ്സ് എത്തിച്ചേരാത്ത സന്ദർഭത്തിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ നിയമത്തെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. ഐ ആം പ്രിപ്പയർഡ് ടു സൈൻ എ റിട്ടൺ ഓർഡർ ടു ഫയർ. എന്താ വൈകിയത്? എല്ലാരും പുറപ്പെട്ടു. MSP വരുന്നതിന് മുമ്പ് സംഗതി നടക്കണം. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാനാ പറയുന്നത്. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും. ഈ ഒരവസ്ഥയിൽ എങ്ങനെയാ പോവുക? പോകാതെ പറ്റില്ല. ജില്ലയിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാലും അവസാനമായി എനിക്ക് അവനെ ഒന്ന് കാണണ്ടേ, അവന്റെ ആത്മാവിനോടെങ്കിലും. മുഖ്യമന്ത്രിയാ? മിസ്റ്റർ ഹരിദാസൻ, സഹോദരന്റെ മരണത്തിൽ എന്റെ ദുഃഖം അറിയിക്കുന്നു. ഒപ്പം അഭിനന്ദനങ്ങളും. എന്റെ അനിയനെ കൊല്ലാൻ ഉത്തരവിട്ടവനാണോ സർ? താങ്കൾ രക്ഷിച്ചത് ഒരു പള്ളിയോ ഒരു ദേശമോ അല്ല, ഈ തലമുറയെ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ദയവായി പൊള്ളയായ ഭംഗിവാക്കുകൾ പറയരുത് സർ. നിങ്ങൾക്ക് നേടിയില്ലേ, നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ഭരിക്കാം. ഒരു ഹരിദാസനെ സസ്പെൻഡ് ചെയ്യാൻ ഒതുങ്ങുന്ന ജനവികാരം മാത്രമാണ് അവശേഷിക്കുന്ന പ്രശ്നം. നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് വോട്ടുകളാക്കി മാറ്റാൻ ഒരു രക്തസാക്ഷിയെ കൂടെ കിട്ടി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ സർ? മിസ്റ്റർ ഹരിദാസൻ, എന്റെയും എന്റെ ഗവൺമെന്റിന്റെയും എല്ലാ പിന്തുണയും താങ്കൾക്കുണ്ട്. ഹരിദാസൻ ഒരു വ്യക്തിയാണ് സർ. അയാൾക്ക് ആരുടെയും പിന്തുണ വേണ്ട. പക്ഷേ ഏത് കൊടി പിടിച്ചാലും എന്നും നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. ജനങ്ങളെന്ന കുറെ നികൃഷ്ട ജീവികൾ. അവരെ കരുക്കളാക്കി നിങ്ങളൊക്കെ നടത്തുന്ന ഈ ചതുരംഗ കളി ഉണ്ടല്ലോ, അത് നിർത്തുക. അവരുടെ ചോരയ്ക്ക് പച്ചവെള്ളത്തിന്റെ വിലയെങ്കിലും കൊടുക്കണം സർ. നന്ദിയാണ് സർ. ഇവിടെ ഉണ്ടായിരുന്നോ? രാധമ്മയെ ഇപ്പോ അവിടെയാണ് ആവശ്യം. ബേപ്പൂര്. എന്നെ ബേപ്പൂരിന് മാത്രമേ വേണ്ടൂ. അങ്ങ് ഈ രാജ്യത്തിനാണ് ആവശ്യം. സ്വയം കുറച്ച് കാണണ്ട. ഒരു വിളക്കിൽ നിന്നാണ് മറ്റൊരു വിളക്ക് തെളിയുന്നത്. ആദ്യത്തെ വിളക്ക് ബേപ്പൂര്. ഇനിയും വിളക്കുകൾ ഉണ്ടാവട്ടെ. മാറിക്കൂ. വരണം സർ. ഒന്ന് മാറി നിൽക്കണം സർ. മാറി നിൽക്കണം. മാറി നിൽക്കാൻ.
എടുക്കടാ പുറത്ത്. എടുക്കടാ. ഇറങ്ങടാ. ഇറങ്ങി പോടാ. പോ. അടിച്ചു കൊല്ലോ. ഓടാ പട്ടികളെ, എന്റെ കുഞ്ഞിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ വെട്ടേക്കില്ലൊന്നിനെ മാറിക്കണ അങ്ങോട്ട്. ആർക്ക് വേണ്ടിയാണാ, എന്തിനു വേണ്ടിയാണാ ഈ ഉദ്യോഗം? വലിച്ചെറിഞ്ഞ് കളയണ പുല്ല്. മാമോ മാറാൻ മാറാൻ. അവിടെ മാറോ, മാറാനാ പറഞ്ഞത്. നിർത്ത്. ഹരി, എന്താ ഇങ്ങനെ? എനിക്കൊരു ക്ലാസ് എടുക്കണം സാർ. എന്താ ഈ പറയണേ? ജില്ലാ കളക്ടർ ഹരിദാസൻ IAS അല്ല ഞാനിപ്പോ. ആ കിരീടം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പൊ വെറും ഹരിദാസൻ. വരൂ. എന്റെ ഗ്രാമഗ്രഹത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത് എന്തിനാണ്? എന്തു മറുപടി പറയണം എന്നെനിക്കറിയില്ല. തകർക്കപ്പെട്ട തലയോടുകൾ ഒരുപാടാണ്, ചുംബനങ്ങൾ വിലക്കിയ കൈകൾ ഒരുപാടാണ്. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ